ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 21:11 പറയുന്നത്, സോ സൈമൺ പീറ്റർ വെൻറ്റ് അബോർഡ് ആൻഡ് ഹോൾഡ് ദ നെറ്റ് ടു ലാൻഡ് ഫുൾ ഓഫ് ലാർജ് ഫിഷ് 153 of them, and though there were so many of them, the net was not torn. ഇവിടെ നമുക്ക് കാണാം, രാത്രി മൊത്തം കിടന്ന് വല വീശിയിട്ട് ഒരു സംഭവവും കിട്ടാതെ രാത്രി മൊത്തം വീശലോടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ പല ശ്രമങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു, പക്ഷേ ഒന്നും നടക്കാതെ കറങ്ങി അടിച്ച് നമ്മൾ നടന്നപ്പം പെട്ടെന്ന് ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ, ദൈവം പറഞ്ഞതിൻ്റെ മുമ്പിൽ ശ്രദ്ധ വെച്ച് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വീശിയപ്പം ദൈവം ആ വല നിറയുമാറ് പെരുത്ത 153 മീനിനെ ദൈവം കൊടുത്തു. ഈ 153 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് നമ്പറാണ്. അതായത് ദൈവം കംപ്ലീറ്റ് എന്ന് ദൈവത്തിന് തോന്നുന്ന നമ്പറാണ് 153. ശിഷ്യന്മാർ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല 153. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താണോ തരാൻ ഉദ്ദേശിക്കുന്നത് ആ സംഖ്യ, ആ പൂർണ്ണത നമ്മൾ പ്രാപിക്കുക എന്നുള്ളതാണ്. അവിടെ കാണുന്നു, ഈ വല കീറിപ്പോയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല നന്മകളും വന്ന് നമ്മുടെ വലകളിൽ കയറി, പക്ഷേ ഈ നന്മകളെല്ലാം കീറിപ്പോയി. വല കീറിയത് കൊണ്ട് പലതും ഒഴുകിപ്പോയി, പലതും നമ്മുടെ ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും എൻജോയ് ചെയ്യണമെങ്കിൽ, ദൈവം തരുന്ന നന്മ എൻജോയ് ചെയ്യണമെങ്കിൽ, ഒരു നന്മ എൻജോയ് ചെയ്യണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് വരണം. ക്രിസ്തുവിൻ്റെ വാക്കിന് വില കൊടുത്ത് ക്രിസ്തുവിൻ്റെ വാക്ക് ശ്രദ്ധിച്ചു വരുന്ന നന്മ അത് പൂർണ്ണമായിരിക്കും, അത് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കുരുട്ടുബുദ്ധി കൊണ്ടും ഒക്കെ നമ്മൾ ജീവിതത്തിൽ പല നേട്ടങ്ങൾക്കും ശ്രമിക്കും. നമ്മൾ ക്രിസ്തുവിനെ മാറ്റിവെച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പലതും പിടിക്കാനൊരു ദൈവവൈതൽ ശ്രമിച്ചാൽ പലപ്പോഴും ആ പിടിച്ചതുപോലും നമ്മുടെ കയ്യിൽ കിട്ടാത്ത പോലെ വല കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതങ്ങളിലൊക്കെ എനിക്കും നിങ്ങൾക്കൊക്കെ പലപ്പോഴും ഉള്ള അനുഭവമാണ്. പലതും വന്ന് കയറി അത് ചോർന്നു പോകുന്ന അനുഭവം. എന്നാൽ ഇന്ന് ക്രിസ്തുവിലൂടെ ഒരു നന്മ വന്നാൽ അതിന് പൂർണ്ണതയുണ്ട്, അതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ട്. അപ്പം പലതവണ വീശി നമ്മൾ വല വീശി മടുത്ത് നിൽക്കുന്നവരാണെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ശ്രദ്ധിച്ച് വല വീശിയാൽ കറക്റ്റ് ദൈവം കംപ്ലീറ്റ് എന്നും പൂർണ്ണതയെന്നും കരുതുന്ന ദൈവത്തിൻ്റെ പൂർണ്ണതയാണ് നമ്മുടെ പൂർണ്ണത. ദൈവം ഇന്നതിന് ഇതാണ് പൂർണ്ണത എന്ന് പറഞ്ഞാൽ അതിനപ്പുറമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത് ദൈവം തരുന്ന കംപ്ലീറ്റ്നെസ്സാണ്. അപ്പോൾ ഇന്ന് ഈ വചനങ്ങൾ നമ്മളെ ഉറപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വാക്കിനെ ശ്രദ്ധിച്ച് കേൾക്കുക, അതിനനുസരിച്ച് ദൈവത്തിലൂടെ മാത്രം ആ നന്മ, ആ അനുഗ്രഹം, ആ വഴി തുറന്നു വരട്ടെ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ